പ്രീതികര സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ വൈസ്രോയിമാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം വൈസ്രോയിമാരുടെ അവസാനത്തെ സെഷനിലേക്ക് നമ്മൾ കിടക്കാം. ഈ സെഷനിലൂടെ നമ്മൾ ആ വൈസ്രോയിമാര് ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെല്ലിംഗ്ടൺ പ്രഭുവിനെ കുറിച്ചും അതോടൊപ്പം നമ്മുടെ ലിങ്തോ പ്രഭുവിനെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇന്നേ ദിവസം ബ്രിട്ടീഷ് ഇന്ത്യയിലെ വേവേൽ പ്രഭുവിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റനെ കുറിച്ച് പഠിക്കും. തുടർന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ മൗണ്ട് ബാറ്റൺ എന്തായിട്ട് മാറി? സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് മാറി, അല്ലെ? സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് മാറി. അതേ തുടർന്ന് 1948 ജൂൺ 1 മൗണ്ട് ബാറ്റൺ ബ്രിട്ടനിലേക്ക് തിരികെ പോകുന്നു. തുടർന്ന് ഇന്ത്യക്കാരനായ ആദ്യത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് സി രാജഗോപാലാചാരി നിയമിക്കപ്പെടുന്നു. 1948 ജൂൺ 20 നിയമിക്കപ്പെടുക. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുകൂടെ നമ്മൾ ഇന്നേ ദിവസം പഠിച്ചുറപ്പിക്കും. കുറച്ച് കൂടുതൽ പഠിക്കാനുണ്ട് മറ്റ് വൈസ്രോയിമാരുടെ ക്ലാസ്സിനെ അപേക്ഷിച്ച്. എങ്കിലും നമ്മൾ ആധികാരികമായി തന്നെ പഠിച്ചുറപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ അല്ലേ? തുടങ്ങാം. വേവേൽ പ്രഭു. വേവേൽ പ്രഭുവിന്റെ കാലഘട്ടം 1943 മുതൽ 47 വരെ. ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നതിന് ശേഷം വൈസ്രോയി ആയ വ്യക്തിയാണ്. ഇന്ത്യയിൽ വൈസ്രോയിക്കാണ് അധികാരപരമായ ചുമതല. ഇന്ത്യയിൽ സേവനം ചെയ്യുന്ന ബ്രിട്ടീഷ് സൈനികരുടെ ചീഫാണ് കമാൻഡർ ഇൻ ചീഫ് എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ വൈസ്രോയിക്കാർ ഒരുപടി താഴെയാണ് കമാൻഡർ ഇൻ ചീഫ്, അല്ലെ? അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ശേഷം തുടർന്ന് പ്രൊമോഷനായിട്ട് വൈസ്രോയി ആയ വ്യക്തിയാണ് ആര്? വേവേൽ പ്രഭു എന്ന് പറയുന്നത്. 1944 വേവേൽ പ്രഭുവാണ് സർജന്റ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിക്കുക. നമുക്കറിയാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ കുറേയധികം വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഉണ്ട്, അല്ലെ? കുറേയധികം വിദ്യാഭ്യാസ കമ്മീഷനുകളുണ്ട്. 1934 വില്യം ബെന്റിക് പ്രഭുവിന്റെ കാലഘട്ടത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ഒരു വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു, മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷൻ. ആ മെക്കാളെ വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1935 അതെന്ത് പേരിൽ അറിയപ്പെട്ടു? യെസ്, മെക്കാളെ മിനിറ്റ്സ് എന്ന പേരിൽ അറിയപ്പെട്ടു. ശരിയാണേ. പിന്നെ 1854 ഡൽഹൌസി പ്രഭുയുടെ കാലഘട്ടത്ത് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. പ്രാഥമിക തലം മുതൽ സർവകലാശാല തലം വരെയുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണ് വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ നിർദ്ദേശിച്ചത്. അതായത് പ്രാഥമിക വിദ്യാഭ്യാസം ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷയിലുമായിരിക്കണം. ഉന്നത വിദ്യാഭ്യാസം, അതായത് കോളേജ് വിദ്യാഭ്യാസം ഇംഗ്ലീഷിലായിരിക്കണം. അത് തന്നെയാണ് ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ പ്രമാണരേഖ അഥവാ മാഗ്ന കാർട്ട എന്നാണ് നമ്മൾ എന്തിനെ വിശേഷിപ്പിക്കുക? വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷൻ. തുടർന്ന് റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്ത് 1882 എന്ത് ചെയ്തു? ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. അതേ തുടർന്ന് 1904 നമ്മുടെ കഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടത്ത് എന്ത് ചെയ്തു? ഒരു സർവകലാശാല കമ്മീഷനെ, യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയമിച്ചു. ആ യൂണിവേഴ്സിറ്റി കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്ന തോമസ് റാലി. ആ തോമസ് റാലി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയത്. തുടർന്ന് 1917 നമ്മുടെ വൈസ്രോയി എന്ന് പറയുന്നത് ആരാണ്? ചെംസ്ഫോർഡ് പ്രഭുവാണ്, അല്ലെ? ചെംസ്ഫോർഡ് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ 1917 സാറ്റ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു, സർവകലാശാലകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ പറയുന്നു 1944 സാർജന്റ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. ആരുടെ കാലഘട്ടത്ത്? വേവേൽ പ്രഭുവിന്റെ കാലഘട്ടത്ത്. അപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകളൊക്കെ കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഇങ്ങനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരുവാനാണ് കേട്ടോ. വിഷമൊന്നും തോന്നല്ലേ. അപ്പോൾ 1944 സർജന്റ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. 1944 സി രാജഗോപാലാചാരിയുടെ CR ഫോർമുല. സി രാജഗോപാലാചാരി അതുവരെ ഇത് ഒരു 1940 തൊട്ട്, കൃത്യമായി പറഞ്ഞാൽ 1940 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അല്ലെ? മുസ്ലിം ലീഗിന്റെ ലാഹോർ സമ്മേളനം, ലാഹോർ പ്രമേയം, പ്രത്യേക രാഷ്ട്രവാദം ഉന്നയിക്കുകയാണ്. അതോടുകൂടി ഇന്റർനാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങി. പക്ഷെ ഒരു ഐക്യമില്ല. സ്ഥിരം ബ്രിട്ടീഷുകാരുടെ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, അതോടൊപ്പം രാജ്യത്തെ വിഭജിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലാതെ
രാജ്യവിഭജനത്തിന് വേണ്ടി പ്രാധാന്യം കൊടുത്ത കാലഘട്ടമായിരുന്നു. അപ്പൊ 1944 സി രാജഗോപാലാചാരി മുന്നോട്ട് വന്ന് പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ചുകൊണ്ട് ആദ്യം ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിയെടുക്കും. സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷം നിങ്ങൾ വിഭജനത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്നാവശ്യപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒരു ഭാഗികമായിട്ടുള്ള ഐക്യത്തിന് ഇത് കാരണമായി. ഭാഗികമായ ഐക്യത്തിന് അല്ലെങ്കിൽ ആഭ്യന്തരമായ ചേരിതിരിവിന് ഒരു താൽക്കാലിക വിരാമമായി എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ അത് പ്രാധാന്യത്തോടെ പറയുക. അപ്പോൾ 1944 സി രാജഗോപാൽ ആചാര്യയുടെ CRR ഫോർമുല ആരുടെ കാലഘട്ടത്ത്? ബേബേൽ പ്രൂഫിന്റെ കാലഘട്ടത്ത്. എന്തിനു വേണ്ടിയായിരുന്നു CR ഫോർമുല? കോൺഗ്രസ് ലീഗ് ഐക്യത്തിന് വേണ്ടി. കോൺഗ്രസ് ലീഗ് ഐക്യത്തിന് വേണ്ടിയാണ് സി രാജഗോപാൽ ആചാരി എന്ത് മുന്നോട്ട് വെക്കുക? CR ഫോർമുല മുന്നോട്ട് വെക്കുക. അതായത് രണ്ടുപേരും കൂടെ ആദ്യം ഒരുമിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കൂ. നേടിയെടുത്തതിന് ശേഷം രാജ്യത്തെ വിഭജിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിച്ചാൽ പോരെ. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ബേബേൽ പ്രഭു. ബേബേൽ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയിയായി സേവനം ചെയ്തത് 1943 മുതൽ 47 വരെ. ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നതിന് ശേഷം വൈസ്രോയിയായി എത്തി. 1944 സർജന്റ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. 1944 പ്രസിദ്ധമായ സി രാജഗോപാലാചാര്യയുടെ CR ഫോർമുല നടന്നതും ബേബേൽ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. എന്തിനാണ് CR ഫോർമുല? കോൺഗ്രസ് ലീഗ് ഐക്യത്തിന് വേണ്ടി. 1945 ജൂൺ 14. നമുക്കറിയാം, നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ലോകമഹായുദ്ധങ്ങൾ പഠിക്കാറുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം നമ്മൾ പഠിച്ചത് ഇങ്ങനെയായിരിക്കും അല്ലെ? യൂറോപ്പിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത് 1945 മെയ് മാസത്തോടു കൂടി. കാരണം ഏപ്രിൽ 30 ആകുമ്പോൾ ജർമ്മനിയും ഇറ്റലിയും സ്വാഭാവികയുടെ കീഴടങ്ങാണ്. അവരുടെ നേതാക്കന്മാര് കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയും. മെയ് മാസത്തോടു കൂടി യൂറോപ്പിൽ എന്ത് ചെയ്തു? യുദ്ധം അവസാനിച്ചു. പിന്നെ ജപ്പാൻ, ഏഷ്യ വൻകരയിലെ ജപ്പാൻ യുദ്ധത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ജപ്പാൻ കീഴടങ്ങുന്നത് 45 ഓഗസ്റ്റ് 14. ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെ സംബന്ധിച്ചിട്ട് യൂറോപ്പിൽ യുദ്ധം അവസാനിച്ചപ്പോൾ USSRും അമേരിക്കയും രണ്ട് വൻ ശക്തികളായി മാറി എന്ന് പറയാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. അങ്ങനെ അമേരിക്കയും USSRും യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ, ഫ്രാൻസ്, പോർച്ചുഗൽ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കീഴിലുള്ള കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകണം. അമേരിക്കയുടെയും USSRന്റെയും ഈ ഒരു ആവശ്യം യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് 1945 ജൂൺ മാസം 14 ബ്രിട്ടീഷ് പാർലമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിൽ വൈസ്രോയിയായി സേവനം ചെയ്ത ബേബൽ ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇതാണ് ബേബൽ പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുക. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കും. ഇടക്കാല സർക്കാർ രൂപീകരിക്കുമ്പോൾ കോൺഗ്രസ് ലീഗ് എന്നിവയ്ക്ക് തുല്യ പങ്കാളിത്തം ഉണ്ടാകും. ഇത് ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സിംല കോൺഫറൻസിൽ പങ്കെടുക്കണം. അങ്ങനെ ബേബൽ പ്രഖ്യാപനം എന്തായിരുന്നു? 1945 ജൂൺ 14 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കും. ഇടക്കാല സർക്കാർ രൂപീകരിക്കുമ്പോൾ കോൺഗ്രസ് ലീഗ് എന്നിവയ്ക്ക് തുല്യ അംഗങ്ങൾ വീതമുണ്ടായിരിക്കും. ഈ ബേബൽ പ്രഖ്യാപനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനമായ സിംലയിലേക്ക് ശ്രമിച്ചു. സിംലയെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമാക്കി മാറ്റിയത് ആരാണെന്ന് ഓർമ്മയുണ്ടോ? ഡൽഹൌസി പ്രഭുവാണല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ സിംല കോൺഫറൻസ്, സിംലയിൽ നടന്ന ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനമായ സിംലയിലേക്ക് ചർച്ച ചെയ്യാൻ വിളിച്ചു. അതാണ് പ്രസിദ്ധമായ സിംല കോൺഫറൻസ്. സിംല കോൺഫറൻസ് ചെയ്തുവിട്ട് ഇതുവരെ 1945 ജൂൺ 26 മുതൽ ജൂലൈ 14 വരെ. എന്തിനു വേണ്ടിയാണ് സിംല കോൺഫറൻസ് എന്ന് ചോദിച്ചാൽ ബേബൽ പദ്ധതി ചർച്ച ചെയ്യുവാൻ. അങ്ങനെ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ച് അധികാരം പതുക്കെ ഇന്ത്യക്കാർക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇതേ സാഹചര്യത്തിൽ ഇന്ത്യയിൽ സേവനം ചെയ്യുന്ന ബ്രിട്ടീഷ് പൗരന്മാരെ സുരക്ഷിതരായി ബ്രിട്ടനിൽ തിരികെ എത്തിക്കുകയും വേണം അല്ലെ? ഇതാണ് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിട്ട്. ഇപ്പൊ ഏത് രാജ്യം ഏതൊരു ഭൂപ്രദേശത്ത് ആധിപത്യം സ്ഥാപിച്ചാലും ആധിപത്യം അവസാനിപ്പിക്കുന്ന സമയത്ത് ആ രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷിതത്വം അവർ ഉറപ്പുവരുത്തണം. അപ്പോ പതിയെ അധികാരം കൈമാറ്റം ചെയ്യുന്നതിന്റെ ആദ്യപടിയാണ് ഈ ബേബൽ പ്രഖ്യാപനം എന്ന് പറയേണ്ടി വരും. അപകോളനീകരണം അഥവാ കോളനികൾക്ക് അവസാനിപ്പിക്കുന്നതിന് മുൻപോടിയായിട്ടുള്ള
ആദ്യപടിയായിരുന്നു വേവൽ പ്ലാൻ അഥവാ വേവൽ പ്രഖ്യാപനം എന്ന് നമ്മൾ പറയാം. ഓക്കെ അല്ലേ? അപ്പോ 1945 ജൂൺ 14-നായിരുന്നു വേവൽ പ്ലാൻ അഥവാ വേവൽ പദ്ധതി പ്രഖ്യാപിച്ചത്. ഈ വേവൽ പ്രഖ്യാപനം അനുസരിച്ച് ഇന്ത്യക്കാർ ഉൾപ്പെടുത്തിയ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കും. അതിൽ കോൺഗ്രസ്, ലീഗ് എന്നിവയ്ക്ക് തുല്യ അംഗങ്ങൾ വീതം ഉണ്ടായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഈ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ സിംല കോൺഫറൻസ് വിളിച്ചു ചേർത്തു. സിംല കോൺഫറൻസ് എന്നോട്ട് എന്ന് വരിക 45 ജൂൺ 26 മുതൽ ജൂലൈ 14. 1946 ഫെബ്രുവരി മാസം 18-ാം തീയതിയാണ് പ്രസിദ്ധമായ നാവിക കലാപം അരങ്ങേറുക. നാവിക കലാപം അരങ്ങേറിയത് മുംബൈയിലെ HMIS തൽവാർ എന്ന കപ്പലിൽ. HMIS തൽവാർ എന്ന കപ്പലിൽ നാവിക കലാപത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥനാണ് BC ദത്ത് എന്ന് പറയുക. PSC പ്രാധാന്യത്തോടെ ചോദിക്കാറുണ്ട്. 1946-ലെ നാവിക കലാപത്തിന്റെ നേതാവാണ് BC ദത്ത്. ഈ നാവിക കലാപത്തിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ക്വിറ്റ് ഇന്ത്യ ജയ് ഹിന്ദ്. നാവിക കലാപത്തിന് മുദ്രാവാക്യമായിരുന്നു ക്വിറ്റ് ഇന്ത്യ ജയ് ഹിന്ദ്. നാവിക കലാപം നടന്നത് ഏത് വൈസ്രോയുടെ കാലഘട്ടത്തിൽ? കൃത്യമായി നിങ്ങൾ ഉത്തരം പറയണം. വേവേൽ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. ഓക്കെ, നമുക്ക് റിവിഷൻ ചെയ്താലോ? അപ്പൊ 1946 ഫെബ്രുവരി 18 മുംബൈയിലെ നാവിക കലാപം. നാവിക കലാപം അരങ്ങേറിയത് ഏത് കപ്പലിലാണ്? HMIS തൽവാർ. നാവിക കലാപത്തിന്റെ പ്രധാന നേതാവ് BC ദത്ത് ആയിരുന്നു. മുംബൈയിലെ നാവിക കലാപത്തിന്റെ മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ ജയ് ഹിന്ദ് എന്നായിരുന്നു. 1946 മാർച്ച് 24-ാം തീയതി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലി. എന്തിനു വേണ്ടിയാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത്? ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന രൂപീകരിക്കുവാൻ സഹായം നൽകുക. ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന രൂപീകരിക്കുവാൻ ഇന്ത്യക്കാരെ സഹായിക്കുക എന്നതായിരുന്നു ക്യാബിനറ്റ് മിഷന്റെ ലക്ഷ്യം. ഈ ക്യാബിനറ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങളെയാണ് ഇന്ത്യയിലേക്ക് അയച്ചത് എന്നാണ്. ഓക്കെ, അപ്പോ 1946 മാർച്ച് 24-ന് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ക്ലെമന്റ് ആറ്റ്ലിയാണ്. ക്യാബിനറ്റ് മിഷന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുവാൻ ഇന്ത്യക്കാരെ സഹായിക്കുക. അപ്പോൾ ഇന്ത്യക്കാർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനായിട്ടാണ് ക്യാബിനറ്റ് മിഷൻ വരിക. ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞു നമുക്ക് ഓരോ പ്രദേശത്തു നിന്നും എല്ലാ പ്രദേശത്തു നിന്നും പ്രാതിനിധ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണം. അത് നാട്ടുരാജ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ടാകണം, ബ്രിട്ടീഷ് പ്രവിശ്യകൾക്ക് പ്രാധാന്യമുണ്ടാകണം, സ്ത്രീകൾക്ക് പ്രാധാന്യമുണ്ടാകണം, അധസ്ഥിതർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും പ്രാതിനിധ്യം ഉണ്ടാവണം. അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തണം. 10 ലക്ഷം ജനങ്ങൾക്ക് ഒരു വ്യക്തി എന്ന അർത്ഥത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത്. അങ്ങനെയുള്ള കുറേ നിർദ്ദേശങ്ങൾക്ക് മുന്നോട്ട് വെച്ചു. അത് പ്രകാരം നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ പറഞ്ഞു, ഞങ്ങൾ ഇലക്ഷൻ ഒന്നും നടത്തത്തില്ല, ഞങ്ങൾ കുറച്ചുകൂടെ പേരങ്ങോട്ട് തരും, ഞങ്ങൾ നാമനിർദ്ദേശം ചെയ്യാം, ഇലക്ഷൻ നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ എന്ത് ചെയ്തു? ഇലക്ഷൻ നടത്തി. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഇലക്ഷൻ നടന്നത് 1946 ജൂലൈ മാസമായിരുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ നിന്ന് കുറച്ചുപേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1946 സെപ്റ്റംബർ മാസം ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിക്കുകയാണ്. നിങ്ങളത് വിശദമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കുക. അതുകൊണ്ടാണ് ഞാനത് കൂടുതലായിട്ട് ഇവിടെ പറയാത്തത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ 46 സെപ്റ്റംബർ 2-ാം തീയതി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് കുറച്ചുപേരെ തിരഞ്ഞെടുത്തുകൊണ്ട് താൽക്കാലിക മന്ത്രിസഭ രൂപീകരിച്ചു. അതേ തുടർന്ന് 1946 ഡിസംബർ 6-ാം തീയതി ഔദ്യോഗികമായി നാട്ടുരാജ്യങ്ങളിൽ നാമനിർദ്ദേശം ചെയ്തു വന്ന 93 അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആകെ 389 പേരടങ്ങുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുവാൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുവാൻ സഹായം നൽകിയ ബ്രിട്ടീഷ് കമ്മിറ്റി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് മിഷനാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചതാരാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലെമന്റ് ആറ്റ്ലി. ആരുടെ കാലഘട്ടത്ത്? വേവേൽ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. അങ്ങനെ ഇലക്ഷനൊക്കെ നടത്തി താൽക്കാലിക മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി പോവുകയാണ്. താൽക്കാലിക മന്ത്രിസഭയിൽ മുസ്ലിം ലീഗിനും അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും തുല്യ പങ്കാളിത്തം എന്നാ പറയുക. വേവേൽ പ്രഖ്യാപനം നടന്ന 1945 തൊട്ട്
ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏകദേശം ഉറപ്പാണ് ബ്രിട്ടീഷുകാർ തങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ പ്രവിശ്യാതല തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം 1946 ഓഗസ്റ്റ് 16 തീയതി മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപനമുണ്ടായി. പ്രത്യക്ഷ സമരം, ഡയറക്റ്റ് ആക്ഷൻ ഡേ. സംഭവം മറ്റൊന്നുമല്ല, മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരം മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം എന്നത് തന്നെയായിരുന്നു മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപനം എന്ന് പറയുന്നത്. 1946 സെപ്റ്റംബർ 2 തീയതി ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചു. അവിടെ മുസ്ലിം ലീഗിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും തുല്യ പങ്കാളിത്തം എന്ന് പറഞ്ഞു. ആദ്യം മുസ്ലിം ലീഗ് സഹകരിച്ചെങ്കിലും പിന്നീട് എന്ത് ചെയ്തു, സർക്കാരിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ടായി. ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചത് 1946 സെപ്റ്റംബർ 2 തീയതി. ഇടക്കാല ഗവൺമെന്റിന്റെ പ്രസിഡന്റ് വേവേൽ പ്രഭു ആയിരുന്നു. വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 6 തീയതി ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. ആ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം നടക്കുന്നത് 46 ഡിസംബർ 9 തീയതി. അപ്പൊ വേവേൽ പ്രഭുവിന്റെ കാലഘട്ടത്ത് 1946 സെപ്റ്റംബർ 2 ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുന്നതും 1948 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നതും ആരുടെ ഉപദേശപ്രകാരമാണെന്ന് ചോദിച്ചാൽ ക്യാബിനറ്റ് മിഷന്റെ ഉപദേശപ്രകാരമാണ്, അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടിയാണെന്ന് പറയേണ്ടി വരും. അതിനുവേണ്ടിയാണ് ക്യാബിനറ്റ് മിഷൻ ഇതിലേക്ക് വരിക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വേഗത്തിലാക്കും എന്നാണ് ആര് പറയുക, ക്യാബിനറ്റ് മിഷൻ. അങ്ങനെ സമയബന്ധിതമായി താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു, ഭരണഘടനാ നിർമ്മാണ സമിതിയും രൂപീകരിച്ചു. തുടർന്ന് ക്യാബിനറ്റ് മിഷന്റെ ആവശ്യം എന്തായിരുന്നു, ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വേഗത്തിലാക്കുമെന്നായിരുന്നു. അങ്ങനെ 1947 നമ്മുടെ ഫെബ്രുവരി മാസം 20 തീയതി എന്ത് ചെയ്തു, ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് തീരുമാനിച്ചു. പ്രഖ്യാപിക്കുകയാണ് ആറ്റ്ലി പ്രഖ്യാപനം. അത് പ്രകാരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് വേഗത്തിലാക്കാൻ തുടർ നടപടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട ആളാണ് ആര്, മൗണ്ട് ബാറ്റൻ. ഓക്കെ, നമുക്ക് ഇത്രയും റിവിഷൻ ചെയ്താലോ. വേവേൽ പ്രഭുവിന്റെ കാലഘട്ടം. അപ്പൊ വേവേൽ പ്രഭു 1943 മുതൽ 47 വരെ ബ്രിട്ടീഷിന്റെ വൈസ്രോയി സേവനം ചെയ്തു. ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നതിന് ശേഷം വൈസ്രോയി ആയ വ്യക്തിയാണ് വേവേൽ പ്രഭു. 1944 സർജന്റ് വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. 1944 പ്രസിദ്ധമായ സി രാജഗോപാലാചാര്യയുടെ CR ഫോർമുല വേവേൽ പ്രഭുവിന്റെ കാലഘട്ടത്താണ്. എന്തിനു വേണ്ടിയാണ് CR ഫോർമുല എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ലീഗ് ഐക്യത്തിന് വേണ്ടി. ഈ രണ്ടാം ലോക മഹായുദ്ധം യൂറോപ്പിൽ അവസാനിച്ചത് 1945 മെയ് മാസത്തോടുകൂടി. തുടർന്ന് USSRും അമേരിക്കയും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കോളനിവൽക്കരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് പ്രകാരം യൂറോപ്യൻ രാജ്യങ്ങളെ ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ മിക്കവാറും എല്ലാ രാജ്യങ്ങളും അപകോളനീകരണത്തിന് തുടക്കം കുറിച്ചു. അതിന്റെ ഭാഗമായി 1945 ജൂൺ 14 തീയതി വേവേൽ പദ്ധതി പ്രഖ്യാപിച്ചു. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തി ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുമ്പോൾ കോൺഗ്രസ് ലീഗ് എന്നിവയ്ക്ക് തുല്യ അംഗങ്ങൾ വീതമുണ്ടായിരിക്കും. ഇത് ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം വിളിച്ചു ചേർന്നു. അതാണ് സിംല കോൺഫറൻസ്. ബ്രിട്ടീഷിന്റെ വേനൽക്കാല തലസ്ഥാനമായ സിംലയിൽ വെച്ച് നടന്ന സിംല കോൺഫറൻസ് 1945 ജൂൺ 26 മുതൽ ജൂലൈ 14 വരെ. എന്തിനു വേണ്ടി, വേവേൽ പദ്ധതി ചർച്ച ചെയ്യുവാൻ. വേവേൽ പദ്ധതി അംഗീകരിക്കപ്പെട്ടു. 1946 ഫെബ്രുവരി 18 പ്രസിദ്ധമായ മുംബൈയിലെ നാവിക കലാപം. നാവിക കലാപം അരങ്ങേറിയത് HMIS തൽവാർ എന്ന കപ്പലിൽ. നാവിക കലാപത്തിന്റെ പ്രധാന നേതാവ് BC ദത്താണ്. നാവിക കലാപത്തിന്റെ മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ ജയ് ഹിന്ദ് എന്നായിരുന്നു. അപ്പൊ PSC ചോദിക്കുമ്പോൾ നാവിക കലാപത്തിന്റെ ഡേറ്റ് ചോദിക്കും, നേതാവിനെ ചോദിക്കും, മുദ്രാവാക്യം ചോദിക്കും, കപ്പലിന്റെ പേര് ചോദിക്കും, ആരുടെ കാലഘട്ടത്തിൽ ചോദിക്കും. ആരുടെ കാലഘട്ടത്താണ്, വേവേൽ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ. 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ ക്ലമന്റ് ആറ്റ്ലിയാണ്. ലക്ഷ്യം ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ സഹായം നൽകും. ഭരണഘടന രൂപീകരിക്കണമെങ്കിൽ പ്രാതിനിധ്യ വ്യവസ്ഥയിലൂടെ എല്ലാ ഇന്ത്യൻ ഭൂപ്രദേശത്തു നിന്നും ജനങ്ങളോട് പ്രതിനിധികളെ കണ്ടെത്തണം. നാട്ടുരാജ്യങ്ങളിൽ നിന്ന് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാമെന്ന് പറഞ്ഞു. ബ്രിട്ടീഷ് ആധിപത്യമുള്ള ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ 1946 ജൂലൈ മാസമാണ് ഇലക്ഷൻ നടത്തപ്പെട്ടത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രം ഓഗസ്റ്റ് മാസം, ജൂലൈ മാസം ഇലക്ഷൻ നടത്തുന്നു. അത് പ്രകാരം അതിൽ നിന്നുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്
1946 സെപ്റ്റംബർ 2 എന്ത് രൂപീകരിച്ചു? താൽക്കാലിക മന്ത്രിസഭ രൂപീകരിച്ചു. തുടർന്ന് 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. ഇതിനൊക്കെ നിർദ്ദേശം നൽകിയത് ആരാണ്? ക്യാബിനറ്റ് മിഷൻ. ഓക്കെ. 1946 ഓഗസ്റ്റ് 16 മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷന്റെ പ്രഖ്യാപനം. പ്രത്യേക മുസ്ലിം രാഷ്ട്രം രൂപീകരിക്കണമെന്നതായിരുന്നു ഉദ്ദേശ ലക്ഷ്യം. 1946 സെപ്റ്റംബർ 2 ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചു. ആ ഇടക്കാല ഗവൺമെന്റിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വേവേൽ പ്രഭു ആയിരുന്നു. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 6 വേവേൽ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. ആദ്യ യോഗം നടന്നത് 1946 ഡിസംബർ 9 ഇത് പ്രകാരം ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് തീരുമാനിക്കുന്നു. 1947 ഫെബ്രുവരി 20 ആറ്റ്ലിയുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന പ്രഖ്യാപനം വരും. 1947 ഫെബ്രുവരി 20 ആറ്റ്ലിയുടെ പ്രഖ്യാപനം. ഈ പ്രഖ്യാപനത്തെ തുടർന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപന നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ആരെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയായി നിയമിക്കുന്നു? നമ്മുടെ മൗണ്ട് ബാറ്റനെ. ഓക്കെ, ഇനി നമ്മൾ മൗണ്ട് ബാറ്റനിലേക്ക് പോവാം. മൗണ്ട് ബാറ്റന്റെ കാലഘട്ടം 1947 മുതൽ 1948 ജൂൺ 20 വരെ. ജൂൺ 20 വരെ ആണെങ്കിലും അദ്ദേഹം ജൂൺ 1 ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പോയി എന്നാണ് കണക്കാക്കുക കേട്ടോ. ഔദ്യോഗിക കാലാവധി ജൂൺ 20 വരെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് കരസേനയുടെ മേധാവിയായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്നീ പ്രത്യേകതകൾ ആർക്ക് അവകാശപ്പെട്ടതാണ്? മൗണ്ട് ബാറ്റന്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലും. അങ്ങനെ 1947 ഫെബ്രുവരി 20 ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുമെന്ന് തീരുമാനിച്ചു. ആ നടപടി വേഗത്തിലാക്കാനല്ലേ മൗണ്ട് ബാറ്റൻ വരിക. മൗണ്ട് ബാറ്റൻ വന്നപ്പോ ആ സമയത്ത് മുസ്ലിം ലീഗ് സമരത്തിലാണ്. ഡയറക്റ്റ് ആക്ഷൻ ഡേയിലൂടെ അവർ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണം. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന പരമാധികാര രാജ്യത്തെ വിഭജിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യ പാക് വിഭജനം തീരുമാനിച്ചത് 1947 ജൂൺ 3. അപ്പോ ഇന്ത്യ രണ്ടായി വിഭജിക്കാമെന്ന മൗണ്ട് ബാറ്റൻ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യപ്രകാരം അംഗീകരിക്കുകയാണ്. ഇതിനെ ജൂൺ 3 പ്ലാൻ എന്ന് നമ്മൾ വിളിക്കും, ബാൽക്കൺ പദ്ധതി എന്ന് വിളിക്കും, ഡിക്കി ബാഡ് പദ്ധതി എന്ന് വിളിക്കും. മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയത് കൊണ്ട് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് വിളിക്കും. യഥാർത്ഥത്തിൽ മൗണ്ട് ബാറ്റൻ ആണോ തയ്യാറാക്കിയതെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയുന്നത്. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യപ്രകാരം ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ട് രാജ്യത്ത് ഉൾക്കൊള്ളുന്ന പ്രവിശ്യകളെ കൃത്യമായി തിട്ടപ്പെടുത്തുക മാത്രമാണ് ആര് ചെയ്തത്? മൗണ്ട് ബാറ്റൻ ചെയ്തത്. പലപ്പോഴും നമ്മളെ തെറ്റിദ്ധാരണയുടെ പേരിൽ മൗണ്ട് ബാറ്റൻ കർശനമായി ഇന്ത്യയെ രണ്ടായി വേർതിരിച്ചതാണ്, അല്ലെങ്കിൽ ഇന്നും ഇന്ത്യ ഒന്നായകുമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ തെറ്റാണ്. ചരിത്രപരമായിട്ട് മുസ്ലിം ലീഗിൻ ആവശ്യപ്പെട്ടു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് അംഗീകരിച്ചു. അങ്ങനെയാണ് മൗണ്ട് ബാറ്റൻ ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കുക. ഇന്ത്യ എന്ന് പറയുന്ന പരമാവധി രാജ്യത്തിലെ ഭൂപ്രദേശങ്ങൾ, പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ഇത്രയും ഭൂപ്രദേശങ്ങൾ എന്നൊരു പദ്ധതി തയ്യാറാക്കി. ഈ മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതി ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുന്നത് 1947 ജൂൺ 30 നമ്മൾ ദേശീയ പ്രസ്ഥാനത്തിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വിശദമായി നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായി നമ്മൾ പറയും. 47 ജൂൺ 3 മൗണ്ട് ബാറ്റൻ ഈ പദ്ധതി തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇത്ര ഭൂപ്രദേശങ്ങൾ ഉണ്ടാവും, പാകിസ്ഥാനിൽ ഇത്ര ഭൂപ്രദേശങ്ങൾ ഉണ്ടാവും. ഏതൊക്കെ ഭൂപ്രദേശങ്ങളാണ്, ഏതൊക്കെ പ്രവിശ്യകളാണെന്ന് നിശ്ചയിച്ചു. അത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അംഗീകരിക്കുന്നത് 47 ജൂൺ 30 കൂടിയാണ്. അങ്ങനെ ജൂൺ 30 ഈ ഒരു ജൂൺ 3 പ്ലാൻ അംഗീകരിച്ചു. നമ്മുടെ മൗണ്ട് ബാറ്റൻ ഇക്കാര്യം ബ്രിട്ടീഷ് പാർലമെന്റിനെ അറിയിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി ഒരു നിയമം ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അവതരിപ്പിച്ചത് അപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ക്ലമന്റ് ആറ്റ്ലിയാണ്. ബില്ല് അവതരിപ്പിച്ചത് 1947 ജൂലൈ 4 ബ്രിട്ടീഷ് പാർലമെന്റ് പ്രസ്തുത ബിൽ പാസാക്കിയത് 1947 ജൂലൈ 5 തുടർന്ന് അപ്പോഴത്തെ ബ്രിട്ടീഷ് രാജാവായ ജോർജ് 6 രാജാവ് ഒപ്പുവെച്ചത് 1947 ജൂലൈ 18. ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 1947 ഓഗസ്റ്റ് 15. അപ്പൊ ജൂൺ 3 പ്ലാൻ അല്ലെങ്കിൽ ഡിക്കി ബേഡ് പ്ലാൻ അല്ലെങ്കിൽ ബാൽക്കൺ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അവതരിപ്പിക്കുന്നത് ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു.
ബില്ല് അവതരിപ്പിച്ചത് 47 ജൂലൈ 4 പാർലമെന്റ് ബില്ല് പാസ്സാക്കിയ തൊട്ടടുത്ത ദിവസം 47 ജൂലൈ 5. ബ്രിട്ടീഷ് രാജാവായ ജോർജ് ആറാമൻ ഒപ്പുവെക്കുന്നത് 47 ജൂലൈ 18. പ്രാബല്യത്തിൽ വന്നത് 47 ഓഗസ്റ്റ് 15. അപ്പൊ PSC ചോദിക്കും, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 47 ഓഗസ്റ്റ് 15 അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? ജോർജ് ആറാമൻ. അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ കാരണമായ നിയമം ഏതായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം 1947. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കാൻ കാരണമായ പദ്ധതി ഇത് ജൂൺ 3 പദ്ധതി, അല്ലെങ്കിൽ ഡിക്കി ബേർഡ് പ്ലാൻ, അല്ലെങ്കിൽ ബാൽക്കൺ പദ്ധതി. മനസ്സിലായോ? തുടർന്ന് 1948 ജൂൺ 20 മൗണ്ട് ബാറ്റന്റെ അധികാരം അവസാനിച്ചല്ലോ. തുടർന്ന് സി രാജഗോപാലാചാരി അധികാരത്തിൽ വരുന്നു. 1948 ജൂൺ 20 മുതൽ 1950 ജനുവരി 25 വരെ സ്വതന്ത്ര ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറൽ, ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരി 1948 ജൂൺ 20 തൊട്ട് 1950 ജനുവരി 25 വരെ 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഭരണഘടന അനുസരിച്ച് രാഷ്ട്രത്തലവൻ ആരാണ്? പ്രസിഡന്റ് ആണ്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തലവനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രസിഡന്റായി താൽക്കാലികമായി അവരോധിക്കപ്പെടുന്നു എന്ന് ഭരണഘടന നിലവിൽ വരുന്ന 1950 ജനുവരി 26. അതുകൊണ്ട് ജനുവരി 25 വരെയാണ് സി രാജഗോപാലാചാരി ഇന്ത്യയുടെ ഗവർണർ ജനറലായി സേവനം ചെയ്യുക. ഓക്കെ, അപ്പൊ സി രാജഗോപാലാചാരി 1948 ജൂൺ 20 തൊട്ട് 1950 ജനുവരി 25 വരെ സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ, ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറൽ. എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയെ. എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? സി രാജഗോപാലാചാരിയെ. നമ്മുടെ രാജഗോപാലാചാരി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോ നിങ്ങൾ കേരള ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടാണ് ഈ ക്ലാസ്സിലേക്ക് വന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാവാം, തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ അത് പി രാജഗോപാലാചാരി, ഇത് സി രാജഗോപാലാചാരി, രണ്ടും രണ്ടുപേരാണ് കേട്ടോ. തിരുവിതാംകൂറിലെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും വക്കം മൗലവി തുടക്കം കുറിച്ച സ്വദേശാഭിമാനി പത്രത്തെ 1910 കണ്ടുകിട്ടുകയും ചെയ്തത് തിരുവിതാംകൂർ ദിവാനായ പി രാജഗോപാലാചാരിയാണ്. ഇത് സി രാജഗോപാലാചാരി. ക്ലിയർ? അപ്പൊ സി രാജഗോപാലാചാരി 1948 ജൂൺ 20 മുതൽ 1950 ജനുവരി 25 വരെ സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറലായി സേവനം ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലാണ്. ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലും സി രാജഗോപാലാചാരി തന്നെ. ഗാന്ധിജി ഇദ്ദേഹത്തെ എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നാണ് വിശേഷിപ്പിച്ചത്. മറ്റ് വിശേഷണങ്ങൾ രാജാജി, തെക്ക് നിന്നുള്ള യോദ്ധാവ്, വേദാരണ്യം ഗാന്ധി എന്നീ നിലകളിൽ അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സി രാജഗോപാലാചാരിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോ സി രാജഗോപാലാചാരിയുടെ മറ്റു വിശേഷണങ്ങൾ എന്തൊക്കെ? രാജാജി, തെക്ക് നിന്നുള്ള യോദ്ധാവ്, വേദാരണ്യം ഗാന്ധി. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒന്ന് റിവിഷൻ ചെയ്താൽ മൗണ്ട് ബാറ്റൻ തൊട്ട് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം, എന്നിട്ട് പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്യാം. ഓക്കെ, മൗണ്ട് ബാറ്റൻ 1947 മുതൽ 1948 ജൂൺ 20 വരെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സേവനം ചെയ്തു. ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷ് കരസേനയുടെ മേധാവിയായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയി, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലും മൗണ്ട് ബാറ്റൻ തന്നെ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം തീരുമാനിച്ചത് 1947 ജൂൺ 3. ഇത് ബാൽക്കൺ പദ്ധതി എന്നും ഡിക്കി ബേർഡ് പദ്ധതി എന്നും മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നും അറിയപ്പെടുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അവതരിപ്പിച്ചത് ക്ലെമന്റ് ആറ്റ്ലി. ബിൽ അവതരിപ്പിച്ചത് 47 ജൂൺ 4 പാർലമെന്റ് പാസ്സാക്കിയത് 47 ജൂലൈ 5. ജോർജ് ആറാമൻ ഉപ്പരേഖപ്പെടുത്തിയത് 47 ജൂലൈ 18. പ്രാബല്യത്തിൽ വന്നത് 47 ഓഗസ്റ്റ് 15. സി രാജഗോപാലാചാരി 1948 ജൂൺ 20 മുതൽ 1950 ജനുവരി 25 വരെ സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലും സി രാജഗോപാലാചാരി തന്നെ. സി രാജഗോപാലാചാരിയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെന്ന്. മറ്റു വിശേഷണങ്ങൾ രാജാജി, തെക്ക് നിന്നുള്ള യോദ്ധാവ്, വേദാരണ്യം ഗാന്ധി എന്നിവ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്താലോ? വേവേൽ പ്രൂഫ് തട്ട
വേവേൽ പ്രഭു 1943 മുതൽ 47 വരെ ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫ് ആയതിനു ശേഷം വൈസ്രോയി ആയി. 1944 സർജന്റെ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചു. കോൺഗ്രസ് ലീഗ് ഐക്യത്തിന് വേണ്ടിയുള്ള സി രാജഗോപാലാചാര്യയുടെ CR ഫോർമുല പ്രഖ്യാപിക്കപ്പെട്ടത് 1944 വേവേൽ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ തന്നെ. 1945 ജൂൺ 14 വേവേൽ പദ്ധതി പ്രഖ്യാപിച്ചു. ഇടക്കാല സർക്കാർ രൂപീകരിക്കുമ്പോൾ കോൺഗ്രസ് ലീഗ് എന്നിവയ്ക്ക് തുല്യ അംഗങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. വേവേൽ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനമായ സിംലയിൽ വെച്ച് ഒരു സമ്മേളനം വിളിച്ചു ചേർത്തു. ഇതാണ് സിംല കോൺഫറൻസ്. സിംല കോൺഫറൻസ് നടന്നത് 1945 ജൂൺ 26 മുതൽ ജൂലൈ 14 വരെ. 1940 ഫെബ്രുവരി 18 മുംബൈയിലെ നാവിക കലാപം അരങ്ങേറി. മുംബൈയിലെ HMIS തൽവാർ എന്ന കപ്പലിലാണ് നാവിക കലാപം അരങ്ങേറിയത്. പ്രധാന നേതാവ് BC ദത്ത്. മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ ജയ് ഹിന്ദ്. 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി, അഥവാ ഡൽഹിയിലെത്തി എന്ന് പറയും. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ കെനൽ ആറ്റ്ലി. ലക്ഷ്യം ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ ഇന്ത്യക്കാരെ സഹായിക്കുക. 1946 ഓഗസ്റ്റ് മാസം 16 മുസ്ലിം ലീഗിന്റെ ഡയറക്റ്റ് ആക്ഷന്റെ പ്രത്യക്ഷ സമരദിനം ആയി പ്രഖ്യാപിക്കപ്പെട്ടു. 1946 സെപ്റ്റംബർ 2 ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചു. ഇടക്കാല ഗവൺമെന്റിന്റെ പ്രസിഡന്റ് വേവേൽ പ്രഭു ആയിരുന്നു. വൈസ് പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. വേവേൽ പ്രഭുവിന്റെ കാലഘട്ടത്തിൽ തന്നെ. ആ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം നടന്നത് 1946 ഡിസംബർ 9 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ താൽക്കാലിക ഗവൺമെന്റ് രൂപീകരിച്ചു കഴിഞ്ഞാൽ, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വേഗത്തിലാക്കാൻ കഴിയൂ. അങ്ങനെ ക്യാബിനറ്റ് മിഷന്റെ ആവശ്യപ്രകാരം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ 1947 ഫെബ്രുവരി മാസം 20 ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അവതരിപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വേഗത്തിലാക്കാൻ മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇന്ത്യയിലേക്ക് അയച്ചു. 1947 മുതൽ 48 ജൂൺ മാസം 20 വരെയാണ് മൗണ്ട് ബാറ്റൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സേവനം ചെയ്തത്. ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് കരസേനയുടെ മേധാവിയായിരുന്നു മൗണ്ട് ബാറ്റൻ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി എന്നറിയപ്പെടുന്നതും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലും ആര് തന്നെ? മൗണ്ട് ബാറ്റൻ തന്നെ. ഇന്ത്യ പാക് വിഭജനം തീരുമാനിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് 1947 ജൂൺ 3 അതുകൊണ്ട് ഇതിനെ ജൂൺ 3 പദ്ധതി എന്ന് വിളിക്കുന്നു, ബാൽക്കൻ പദ്ധതി എന്ന് വിളിക്കുന്നു, ഡിക്കി ബേഡ് പദ്ധതി എന്ന് വിളിക്കുന്നു, കൂടാതെ മൗണ്ട് ബാറ്റൻ പദ്ധതി എന്നും. ബ്രിട്ടീഷ് പാർലമെന്റിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം അവതരിപ്പിച്ചത് ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. ബില്ല് അവതരിപ്പിച്ചത് 47 ജൂലൈ 4 ബ്രിട്ടീഷ് പാർലമെന്റ് ബില്ല് പാസാക്കുന്നത് 47 ജൂലൈ 5 ജോർജ് ആറാമൻ രാജാവ് ഒപ്പുരേഖപ്പെടുത്തുന്നത് 47 ജൂലൈ 18 പ്രാബല്യത്തിൽ വന്നത്, അഥവാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 47 ഓഗസ്റ്റ് 15. മൗണ്ട് ബാറ്റനെ തുടർന്ന് അധികാരത്തിൽ വന്ന ഇന്ത്യക്കാരനായ ഒരേ ഒരു ഗവർണർ ജനറലാണ് സി രാജഗോപാലാചാരി. കാലയളവ് 1948 ജൂൺ 20 മുതൽ 1950 ജനുവരി 25 വരെ. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലാണ്. ഗാന്ധിജി എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക. തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹത്തെ വേദാരണ്യ ഗാന്ധി എന്ന് വിളിക്കുന്നു, തെക്കുന്നുള്ള യോദ്ധാവ് എന്ന് വിളിക്കുന്നു, കൂടാതെ രാജാജി എന്ന്. അപ്പോ ഇതോടുകൂടി ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഭരണാധികാരികൾ നമ്മൾ പഠിച്ചു തീർന്നു. ആദ്യം ബംഗാളിന്റെ ഗവർണറായി നിയമിക്കപ്പെട്ട ആദ്യ വ്യക്തിയായ റോബർട്ട് ക്ലൈവിനെ കുറിച്ച് പഠിച്ചു. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ബംഗാൾ പ്രവിശ്യയിലെ ഗവർണർ ജനറൽ നിയമിച്ചു. അങ്ങനെ വാറൻ ഹേസ്റ്റിംഗ്സോട് നമ്മൾ പഠിച്ചു. 1833 മൂന്നാം ചാർട്ടർ നിയമം അനുസരിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽമാരെ നിയമിച്ചു. അങ്ങനെ വില്യം ബെന്റിക്ക് തൊട്ട് നമ്മൾ പഠിച്ചു. 1858 നവംബർ മാസം 1 തൊട്ട് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം അനുസരിച്ച് ഗവർണർ ജനറൽ തസ്തിക വൈസ്രോയി ആയിട്ട് മാറി. അങ്ങനെ വൈസ്രോയിമാരെ പഠിച്ചു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയെ സ്വാതന്ത്ര്യം നേടിയപ്പോൾ വൈസ്രോയി എന്ന സ്ഥാനം വീണ്ടും എന്തായിട്ട് മാറി? ഗവർണർ ജനറൽ ആയിട്ട് മാറി. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലെ 2 ഗവർണർ ജനറൽമാരുണ്ട്, മൗണ്ട് ബാറ്റനും സി രാജഗോപാലാചാരി. അങ്ങനെ ഭരണാധികാരികളെല്ലാം നമ്മൾ പഠിച്ചു. ഇനി ദേശീയതയ്ക്ക്, ജനങ്ങളുടെ ഒരു ഐക്യത്തിന് ആദ്യമായി കാരണമായത് 1857 വിപ്ലവമാണ്. അതേ തുടർന്നാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതിന് ശക്തി പകരുകയും ചെയ്തു. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ആധുനിക വിദ്യാഭ്യാസം നേടിയവരുടെ ചിന്താഗതി എന്നാണ്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത് 1857 വിപ്ലവമാണ്, അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അതേ തുടർന്ന് നമ്മൾ നവോത്ഥാനവും പഠിച്ചുറപ്പിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തോടു കൂടി ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയി ബ്രിട്ടീഷ് ഭരണാധികാരികൾ.
നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ തുടക്കം പഠിച്ചു. പിന്നെ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ചെയ്ത യുദ്ധങ്ങൾ പഠിച്ചു. പിന്നെ ബ്രിട്ടീഷ് ഭരണാധികാരികളെ പഠിച്ചു. ഇത്രയും കൃത്യമായി പഠിച്ചുറപ്പിക്കുക. ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലഘട്ടം സെറ്റാണ്. ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ഇന്ന കാലഘട്ടത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. അടുത്ത ക്ലാസ്സിൽ കാണാം.